ട്രെക്കിംഗ് ഇഷ്ടമാണ്, എന്നാൽ മലകയറ്റം എന്നെക്കൊണ്ട് കഴിയുമോ എന്ന പേടി കാരണം ഇതുവരെ ഒരു ട്രെക്കിങ്ങിന് പോകാൻ കഴിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയ്ക്ക് സമീപമുള്ള വരമ്പതി മലനിരകളിലെ കൂനിച്ചി മല. ജീവിതത്തിൽ ആദ്യമായി ട്രെക്ക് ചെയ്യുന്നവർക്കും അത്രയും ആയാസരഹിതമായി കയറിപ്പോകാം എന്നതാണ് ഈ മലയുടെ പ്രത്യേകത. തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്ന മഴ അവസാനിച്ച് വെയിൽ തെളിഞ്ഞ ഒരു പകൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരിക്കൽ കൂടി കൂനിച്ചിമല കയറാൻ തീരുമാനിച്ചു. മലമുകളിലെത്തി അന്നത്തെ സൂര്യാസ്തമയം അവിടെ നിന്നും കാണുക എന്നതായിരുന്നു ഈ മലകയറ്റത്തിൻ്റെ ലക്ഷ്യം. തെക്കൻ കുരിശുമല പോകുന്ന വഴിയിൽ ഇടതുവശത്തായി ഈ കാണുന്ന കവാടത്തിനുള്ളിലൂടെ കടന്നു പോകുന്ന ഒരു ജീപ്പ് റോഡിലൂടെയും പിന്നെ ഒരു ഒറ്റയടി പാതയിലൂടെയും സഞ്ചരിച്ച് നമുക്ക് ഈ മലമുകളിൽ എത്തിച്ചേരാം. ജീപ്പ് റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശത്തായി ഒരു അരുവി ഒഴുകിപ്പോകുന്നത് കാണാൻ കഴിയും. കുറച്ചുകൂടി മുന്നിലെത്തിയാൽ ഇതൊരു വെള്ളച്ചാട്ടം ആണ്. ഈറ്റക്കാടുകൾക്കിടയിലൂടെ നടന്ന് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ജീപ്പ് പാതയിലിറങ്ങി പിന്നെയും നടത്തം തുടർന്നു. പിന്നെയും മുകളിലെത്തുമ്പോൾ ഇടതുവശത്ത് താഴെ ദൂരെയായി ചിറ്റാർ ഡാമും പരിസരങ്ങളും കാണുന്നുണ്ട്. പ്രധാന വഴിയിൽ നിന്ന് കുറച്ച് മാറി സഞ്ചരിച്ചാൽ നമുക്ക് കൊണ്ടകട്ടി മലയുടെ അടിവശത്ത് എത്തിച്ചേരാൻ കഴിയും. അവിടെ നിന്നും നേരെ മുകളിലാണ് കൊണ്ടകട്ടി മല. അത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പാറകളുടെ ഒരു അടുക്കാണ് ഇത്. കഴിഞ്ഞയാഴ്ച ഒരു മഴയുള്ള ദിവസം ഞങ്ങൾ ഈ മല കയറി മുകളിൽ പോയിരുന്നു. വരമ്പതി മലനിരകളിൽ കയറിപ്പോകാൻ ഏറ്റവും പ്രയാസം കൊണ്ടകട്ടി മല തന്നെയാണ്. ഇവിടെ നിന്നും നോക്കുമ്പോൾ മുന്നിലായി ലോവർ കൂനിച്ചിയും അവിടെ മലമുകളിൽ നിൽക്കുന്ന ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെയും ഞങ്ങൾ കൂനിച്ചിമല പോകുന്ന വഴിയിലൂടെ യാത്ര തുടർന്നു. മരങ്ങൾ തിങ്ങി വളരുന്ന കാടിനുള്ളിലെ ഒറ്റയടി പാതയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. കുത്തനെയുള്ള ഒരു കയറ്റം കയറിയാൽ അത്രയും സുന്ദരമായ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിച്ചേരും. ഇവിടെ നിന്നും നോക്കുമ്പോൾ കൊണ്ടകട്ടിമല, കുരിശുമല, കാളിമല, ചിറ്റാർ ഡാം എല്ലാം തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ നോക്കത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ താഴ്വര. ഇതൊക്കെ ഒരിക്കലും മടുക്കാത്ത കാഴ്ചകൾ ആണ്. ഞങ്ങൾ നടത്തം തുടർന്നു. പുൽമേടുകൾക്കിടയിലൂടെ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴി. ഇപ്പോൾ ഞങ്ങൾ ലോവർ കൂനിച്ചിയുടെ മുകളിലെത്തി. അത്രയും സുന്ദരമായ ഒരു മലമുകൾ ആണിത്. നല്ല ശക്തമായി കാറ്റ് വീശുന്നു. മുന്നിൽ അത്രയും ഗാംഭീര്യത്തോടെ കൊണ്ടകട്ടിമല തല ഉയർത്തി നിൽക്കുന്നു. ഒരു ഭാഗത്ത് അപ്പർ കൂനിച്ചിയാണ്. ദൂരെയായി അഗസ്ത്യമല ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ മഞ്ഞു പുതച്ച് നിൽക്കുന്നു. പൊന്മുടിയും വരയാടുമുട്ടയും വേളിമലയും കോതയാറിലെ മലകളും എല്ലാം ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുമുണ്ട്. കുറച്ച് സമയം ലോവർ കൂനിച്ചിയിൽ ചിലവഴിച്ചതിന് ശേഷം അവിടെ നിന്നും അപ്പർ കൂനിച്ചി ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഒരു ഒറ്റയടി പാതയിലൂടെ കുത്തനെ താഴെ ഇറങ്ങി പുൽമേടുകളിലൂടെ കുത്തനെ കയറ്റം കയറി വേണം നമ്മൾ അപ്പർ കൂനിച്ചിയിൽ എത്തിച്ചേരേണ്ടത്. നല്ല ശക്തമായി കാറ്റ് വീശിക്കൊണ്ടിരുന്നതിനാൽ അത് കുറച്ച് ശ്രമകരമായി തോന്നി. ഞങ്ങൾ അപ്പർ കൂനിച്ചിയുടെ മുകളിൽ എത്തിയപ്പോഴേക്കും സൂര്യൻ മഴമേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. അങ്ങനെ മലമുകളിലെ അസ്തമയം ഒരിക്കൽ കൂടി കാണുക എന്ന എൻ്റെ സ്വപ്നം നഷ്ടമായി. എന്നാലും അസ്തമന വർണ്ണങ്ങൾക്ക് താഴെ കൂനിച്ചിമല അത്രയും ഭംഗിയുള്ളതായി തോന്നി. പുൽമേടുകളിൽ കാറ്റുപിടിക്കുന്നത് കാണാനും ആ സമയത്തെ ഒച്ച കേൾക്കാനും കാറ്റുപിടിക്കുന്ന പുൽമേടുകളിലൂടെ നടക്കാനും എല്ലാം ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇവിടെ നിന്നും നോക്കുമ്പോൾ ലോവർ കൂനിച്ചിയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടതുപോലെ തന്നെ ദൂരെയായി അഗസ്ത്യമല ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകൾ മഞ്ഞു പുതച്ച് നിൽക്കുന്നു. പൊന്മുടിയും വരയാടുമുട്ടയും വേളിമലയും കോതയാറിലെ മലകളും എല്ലാം ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ വൈകി ഞങ്ങൾ മലയിറങ്ങാൻ തുടങ്ങി. താഴ്വരകൾക്ക് മീതെ പുകമഞ്ഞ് വന്ന് നിറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ആളുകൾ മല കയറുന്നു. അവരിൽ പലരും മലയുടെ അടിവാരത്തെ പരിചയക്കാർ ആയിരുന്നു. അവരോട് പരിചയം പുതുക്കി ഞങ്ങൾ പിന്നെയും മലയിറങ്ങുന്നത് തുടർന്നു. മഴക്കാലങ്ങളിൽ പോലും അത്രയും സുരക്ഷിതമായ മലകയറ്റം ആണ് വരമ്പതി മലനിരകളിലെ കൊണ്ടകട്ടി, കൂനിച്ചി, വില്ലൂന്നി മലകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ കയറി ചെല്ലാവുന്നത് ഈ കൂനിച്ചിമല തന്നെയാണ്. സുരക്ഷിതമായി യാത്ര ചെയ്യുക. മലകളെയും വനങ്ങളെയും മലിനപ്പെടുത്താതിരിക്കുക. യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇനിയും മലകൾ കയറി തുടങ്ങിയിട്ടില്ല എങ്കിൽ തീർച്ചയായും ഈ വർഷം ഒരു ദിവസം ഇവിടേക്ക് വരൂ. ഈ മലകയറ്റം ആസ്വദിക്കൂ. വർഷം മുഴുവനും എല്ലായ്പ്പോഴും ഈ വഴിയിൽ ആളുകൾ ഉണ്ടാകും. അതിനാൽ വഴിതെറ്റിപ്പോകും എന്ന പേടിയും വേണ്ട.